ഇങ്ങനെ എല്ലാ ദിവസവും കാർഡിയോ ചെയ്താൽ ഇതേപോലെ ഫാറ്റ് കുറയുമെന്ന് യാതൊരു ഉറപ്പില്ല. ബട്ട് മിക്ക ആൾക്കാർക്കും ജീവിക്കാനുള്ള കൊതി കുറഞ്ഞിട്ടൊന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പട്ടീനെ പോലെ കുറെ കിടന്ന് ഓടിയാലും കാർഡിയോ ചെയ്താലും നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഫാറ്റ് കുറയാൻ പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്നും ഞാൻ കാർഡിയോ ചെയ്യണ സ്പെഷ്യൽ സ്ട്രാറ്റജിയും ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദിസ് ഈസ് മൈ ഡേ 27 ഓഫ് ഫൈനലി ഗെറ്റിംഗ് ദാറ്റ് ആബ്സെൻസ്. പലരുടെയും വിചാരം കാർഡിയോ ജസ്റ്റ് ചെയ്താൽ ഫാറ്റ് ലോസ് ഉണ്ടാവുന്നതാണ്. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് എക്സസൈസ് ചെയ്താലും ആ എക്സസൈസ് കാരണം നിങ്ങളുടെ ബോഡിയിൽ നിന്ന് 1 ഗ്രാം ഫാറ്റ് പോലും പോകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാർഡിയോ ചെയ്യുന്നത് ഫാറ്റ് ലോസിന്റെ കേസിൽ കാലറീസ് ബേൺ ചെയ്യാൻ വേണ്ടിയാണ്. ഈ ബേൺ ചെയ്യുന്ന കാലറീസ് നിങ്ങളുടെ മെറ്റാബോളിസത്തിലെ വളരെ സ്മോൾ പോർഷൻ മാത്രമാണ്. സോ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താണ് ഈ മെറ്റാബോളിസം എന്ന്. മെറ്റാബോളിസം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി ഒരു ദിവസം വർക്ക് ചെയ്യാൻ വേണ്ടി ബേൺ ചെയ്യുന്ന കാലറീസ് ആണ്. ഒരു കാർ 10 കിലോമീറ്റർ പോകാൻ വേണ്ടി ഇത്ര പെട്രോൾ വേണമെന്ന് പറയുന്ന പോലെയാണ് ഒരു ദിവസം നിങ്ങളുടെ ബോഡി വർക്ക് ചെയ്യാൻ ഇത്ര കാലറീസ് വേണമെന്ന് പറയുന്നത്. ജിമ്മിൽ പോയി 1-2 മണിക്കൂറൊക്കെ വർക്ക്ഔട്ട് ചെയ്താൽ പോലും നിങ്ങളുടെ ബോഡി മാക്സിമം ബേൺ ചെയ്യുന്നത് 500 to 1000 കാലറീസ് ആയിരിക്കും. ഈ കാലറീസ് കൺസ്യൂം ചെയ്യാൻ 2-3 പൊറോട്ട മാത്രം മതി. സോ നിങ്ങൾ ഡയറ്റ് നോക്കാതെ എത്ര കാർഡിയോ ചെയ്താലും നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഫാറ്റ് കുറയാൻ പോകുന്നില്ല. ഈ കട്ടിൽ ഞാൻ ആകെ ചെയ്ത കാർഡിയോസ് വീക്കിലി 30 മിനിറ്റ് ഇൻക്ലൈൻ വാക്കിംഗ് മാത്രമാണ്. റണ്ണിങ്ങും ജോഗിങ്ങിനും ഒക്കെ പകരം ഇൻക്ലൈൻ വാക്കിംഗ് ഞാൻ ചൂസ് ചെയ്തത് അതൊരു ലോ ഈസെൻട്രിക് ലോഡിംഗ് എക്സസൈസ് ആയതുകൊണ്ടാണ്. സോ ഇറ്റ് വിൽ ഹാവ് ലെസ് ഇമ്പാക്ട് ഓൺ മൈ റിക്കവറി. കാർഡിയോ ജസ്റ്റ് ഒരു സ്മോൾ ടൂൾ മാത്രമാണ് നിങ്ങളുടെ മെറ്റാബോളിസം ഇൻക്രീസ് ആക്കാൻ. സോ അതിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ഡയറ്റിൽ ഫോക്കസ് കൊടുക്കുക. ഇതുപോലെ ഞാൻ യൂസ് ചെയ്ത വേറെ സ്ട്രാറ്റജീസും ടൂൾസും ഞാൻ എന്റെ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാം. സോ ഫോളോ അലോങ്. അപ്പോൾ ഓക്കെ, ബൈ.